സാറേ, മലയാള സിനിമ പൊതുവെ വിനോദം ധാരാളം തരുന്ന ഒരു മാധ്യമമാണ്. പൊതുവെ എല്ലാ സിനിമകളും, പക്ഷേ മലയാള സിനിമ നല്ല വിനോദം തരുന്ന ഒരു മാധ്യമമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ വിനോദത്തിനേക്കാളേറെ വിവാദമാണ് മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഒരു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സാറേ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാണ്. മലയാള സിനിമാ രംഗത്ത് ഇടക്കാലത്തുണ്ടായ ചില പ്രശ്നങ്ങൾ, വിശേഷിച്ചും നമ്മൾ 2017 ഫെബ്രുവരി 17 കണ്ടാകും നമ്മുടെ ഒരു നടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് ശേഷം തൊഴിലിടത്ത് സ്ത്രീക്ക് ലഭിക്കേണ്ട മാന്യത, തുല്യ നീതി, ചില തൊഴിലവകാശങ്ങളുടെ നിഷേധം, ഇവയൊക്കെ മലയാള സിനിമാ രംഗത്ത് വളരെയധികം ഉണ്ട് എന്നും വളരെ കൂടുതലാണെന്നും ഒക്കെ പല കോണുകളിൽ നിന്നും അഭിപ്രായം വന്നിരുന്നു. അപ്പോൾ അതേ തുടർന്നിട്ട് സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അതിൽ ലൈംഗിക ചൂഷണം വരുന്നില്ലേ? വരണമല്ലോ, എല്ലാം വേണമല്ലോ. തൊഴിലിടത്തൊരു സ്ത്രീ ഏതൊക്കെ തരത്തിലുള്ള ചൂഷണത്തിന് വിധേയമാക്കപ്പെടുമോ അതെല്ലാം തന്നെ അതിനകത്ത് ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കിക്കൊണ്ട് നമ്മുടെ നടി ശാരദ, ഇങ്ങനെ അവർ 3 പേരുള്ള കമ്മിറ്റിയാണ്. കമ്മിറ്റി റിപ്പോർട്ട് കുറച്ച് നീണ്ടുപോയെങ്കിൽ കൂടിയും തൊട്ട് 18 തന്നെ അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇതിനകത്തൊരു വിഷയം വന്നതെന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഏതാണ്ട് 4-5 വർഷത്തോളം ഇതിനെ ചില പുറത്തുവിടാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ പൊതുജനത്തിൻ്റെ പണം ചിലവാക്കി എനിക്ക് ഇതിനകത്ത് ഒരു 1 കോടിയിലധികം രൂപ ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട്. 1 കോടിയോ 2 കോടിയോ ചിലവഴിക്കപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു മേഖലയെ ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് 1-2 കോടിയായാലും കുഴപ്പമില്ല. അല്ല, മേഖലയെ ശുദ്ധീകരിക്കൽ മാത്രമല്ലല്ലോ, അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്ത്രീകളാണല്ലോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അല്ലേ? അപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ചൂഷണം അത് തടയുക എന്നുള്ള കൂടെ എൻ്റെ ലക്ഷ്യമാണല്ലോ, കേവലം ഈ ഇത് മാത്രമല്ല. ഉറപ്പായും അത് വൃത്തിയും വെടിപ്പുമാക്കി ആ രംഗത്തെ കൊണ്ടുപോകാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ള ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് 60-ലധികം ആൾക്കാരുടെ മൊഴി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായി തന്നെ റിപ്പോർട്ടുകൾ ഇപ്പോൾ അങ്ങിങ്ങായി തൊട്ടുകൊണ്ട് ചില നമ്മുടെ റിപ്പോർട്ട് പുറത്തു വരാത്തടത്തോളം കാലത്ത് ഊഹാപോഹങ്ങൾ മാത്രമാണ്. പക്ഷേ ചില മാധ്യമ വാർത്തകൾ അതിനകത്ത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയതായി അത് പുറത്തു പറഞ്ഞ മാധ്യമങ്ങൾ പറയുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു സ്ത്രീയെ കൂടുതൽ അവസരങ്ങൾക്ക് വേണ്ടി, സിനിമ എന്ന് പറയുന്നത് നമുക്ക് അറിയാമല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മികച്ച ഒരു കമ്മ്യൂണിക്കേഷൻ മാധ്യമമാണ്. നല്ലൊരു ആനന്ദം അല്ലെങ്കിൽ അറിവ് ഏതെങ്കിലും ഒരു മീഡിയയിൽ കൂടി ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുന്നത് അത് സിനിമ വഴിയാണ്. ലോകത്തെവിടെ അങ്ങനെ തന്നെയാണ്. അതൊരു ഇൻഡസ്ട്രിയും കൂടിയാണ്. ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ വാസ്തുവിൽ ഇൻഡസ്ട്രികളുടെ ഒരു നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും ഇവിടെ പരിപാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന ആരോപണങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിന്ന് ചിലപ്പോൾ സാധിച്ച് ഒരു മറയിൽ പറ്റും. പക്ഷേ സ്ത്രീകൾക്കത് സാധ്യമല്ല. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ അവർ അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലൊക്കെ പോയൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കാരവൻ്റെ കാലമാണ്. അപ്പോൾ അവിടെ പോലും ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒരുക്കപ്പെടുന്നില്ല എങ്കിൽ അപ്പോൾ അത് മുതൽക്ക് തുടങ്ങി പിന്നെ തുല്യനീതി, തുല്യവേതനം, ഇതൊന്നും ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. പൊതുവേ ഈ നമ്മൾ മലയാള സിനിമ, ഇന്ത്യൻ സിനിമ നോക്കിയാൽ തന്നെ വിദേശ സിനിമകളെ അപവാദമാണ്. ഈ പുരുഷ മേധാവിത്വം ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ്. അതിലേക്ക് ഞാൻ വരികയായിരുന്നു. അത് സാർ അതിനെ കുറിച്ച് എന്താ? അതായത് ഇതൊരു പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് നമ്മുടെ. സ്വാഭാവികമായും സിനിമയിലും സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാലോ, ഒരു ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ മലയാളത്തിലും ഏത് ഭാഷാ ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു പുരുഷന് കിട്ടുന്ന റെമ്യൂണറേഷൻ സ്വാഭാവികമായിട്ട് സ്ത്രീക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ 2 ഒരു നായക നടനും നായക നടി ഇപ്പോഴും താഴെ തട്ടി തന്നെയാണ്. സമത്വം വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത് ചില നടന്മാർ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ നമുക്ക് കേൾക്കുന്ന അങ്ങനെയാണ്. ഇതിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ പറയുന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. അവർ പറയുന്നു എന്നെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്ത് ഇന്ന നടനാണെന്നാണ് പറയുന്നത്. സാധാരണ സിനിമയുടെ ആത്യന്തികമായ ഒരു അധികാരി എന്ന് പറയുന്നത് സംവിധായകനാണ്. സംവിധാനം പേരല്ല പറയുന്നത്. അപ്പോൾ നടന്മാർക്ക് ഇവരെ കാസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കാം. അവരുടെ സംവിധായകൻ ഒരു തൊഴിലാളിയായി മലയാള സിനിമ മാറിയിട്ട് എത്രയോ വർഷങ്ങളായി. വെറും തൊഴിലാളിയാണ്. അപ്പോൾ പിന്നെ പണം ഇറക്കുന്നവൻ ചില താല്പര്യങ്ങളെ കൊണ്ട് എല്ലാ മേഖലയിലും പല താല്പര്യങ്ങളുണ്ടാവും. സിനിമ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ കൂടുതൽ അതുകൊണ്ട് തന്നെ മറ്റു ചില വിഷയങ്ങളിലേക്ക് കടന്നു എന്നും വരാം. പക്ഷേ ഇവിടെ അതുമാത്രമല്ല,
ഈ അവസരങ്ങൾ നൽകുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു പുതിയൊരു ആരോപണം ഒരു മാധ്യമം അത് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഈ കമ്മിറ്റിക്കകത്ത് ഈ റിപ്പോർട്ടിനകത്ത് എന്താണ് പറയുന്നത്, ചില നടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഈ പുതിയ അഭിനേത്രികളെ ഒരു വഴക്കം വരുത്തിയെടുക്കുന്ന ഒരു പ്രവണതയുണ്ടെന്ന് പറയുന്നു. അതിന് പ്രത്യേക പേരും ഒരു ഓമന പേരൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അത് മെരുക്കിയെടുക്കുകയാണ്. അത് നിങ്ങൾ ഈ മെരുക്കൽ എന്ന് പറഞ്ഞാൽ അത് മെരുക്കൽ എന്ന് പറഞ്ഞാൽ ലൈംഗികമായ മെരുക്കലാണോ ആയിരിക്കാം. ആ അർത്ഥത്തിലാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അല്ല, അഭിനയത്തിന് മെരുക്കേണ്ട കാര്യമില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. കാര്യം അവരെല്ലാം രീതിയിലേക്ക് ഇവറ്റകളെ ഈ പാവപ്പെട്ട സ്ത്രീകളെ ട്യൂൺ ചെയ്തെടുക്കാൻ ഭാവിയിൽ പ്രതിഷേധിക്കരുത്. ആരെന്ത് ചെയ്താലും നിങ്ങൾ പ്രതിഷേധിക്കരുത്, അത് സഹിച്ചോണം. എനിക്ക് സംശയം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് ആരൊക്കെ ചവിട്ടി പിടിക്കുന്നുണ്ട്. എന്ത് ഇക്കളി ഭാഷയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അത് സ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തുകൊണ്ടാണ് ഒരു ജസ്റ്റിസ് ആൻഡ് ഇക്കളിക്കുള്ള സാധ്യതയില്ല. പക്ഷേ കണ്ടന്റിൽ ഇക്കളി ആൾക്കാർക്ക് അതാണ് പ്രശ്നം വരുന്നത്. വളരെ മാന്യമായിട്ടാണ് ആ റിപ്പോർട്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ സർക്കാരിൻ്റെ മുന്നിലെത്തിയപ്പോൾ അത് വിവരാവകാശ കമ്മീഷന് മുന്നിലെത്തുന്നു. വിവരാവകാശ പ്രകാരം അത് ഇന്ന പേജുകൾ മാറ്റിയിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു ഒരു 300ഓളം പേജുകൾ അതിനകത്തുണ്ട്. അതിനകത്ത് ആ റിപ്പോർട്ട് ഒരു 233 പേജുകളായി ചുരുക്കപ്പെട്ടു. ആ ബാക്കി 70 പേജുകളോളം ഈ പുറത്ത് പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ അത് ചിലരുടെ സ്വകാര്യതയെ ബാധിക്കും എന്നാണ് പറയുന്നത്. അല്ല, അവിടെ ഒരു ചോദ്യമുണ്ട്. ഈ സ്വകാര്യതയെ ബാധിക്കും എന്നാണ് ആരോപണമെങ്കിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടനയാണല്ലോ ഈ പ്രശ്നം ആദ്യം മുന്നിൽ കൊണ്ടുവരുന്നത്. ഉറപ്പായും. അതായത് നടികൾ ഈ ഈ ലേറ്റസ്റ്റ് ആയിട്ട് സിനിമയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ സാമൂഹിക വിഷയങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന കുറച്ച് നടിമാരാണ് ഈ ഇതുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ ഇതൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തിനാണ് ഈ സ്വകാര്യതയിൽ കയറി പിടിക്കുന്നത്? അതൊരു വിചിത്രമായൊരു സാധനമല്ലേ. അവരന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അവരെ മുന്നോട്ട് വന്ന പെൺകുട്ടികളെ നമുക്ക് അംഗീകരിക്കാതെ തരമില്ല. പക്ഷേ അവർക്ക് അന്നുണ്ടായിരുന്നൊരു ഊർജ്ജം ഇന്നുണ്ടോ എന്നും നമുക്ക് സംശയിക്കണം. നേരത്തെ പറഞ്ഞ മെഡിക്കലിൻ്റെ ഭാഗമായിരിക്കില്ല. പക്ഷേ ഈ അവസരങ്ങളെന്ന് പറയുന്നത് സിനിമയിൽ അവസരങ്ങളാണല്ലോ. ഈ അവസരങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് രണ്ടാമത് കുറച്ച് നാളൊക്കെ ഞാൻ മാറ്റപ്പെട്ടതിന് ശേഷം വീണ്ടും എനിക്ക് പുത്തൻ അവസരങ്ങൾ വന്നു തുടങ്ങുന്ന സമയത്ത് ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ പൊയ്പോകുമോ എന്നൊരു ഭീതി കൂടി ഉണ്ടാവാം. തൊഴിലാണല്ലോ. അല്ലല്ല, അത്തരം കോംപ്രമൈസ് ചെയ്യപ്പെടലുകളാണ് ഇന്ത്യയിലെ പെണ്ണുങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. അല്ല, അത്തരം എല്ലാ പേർക്കും ഒരേപോലെ നട്ടലുണ്ടായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് പോരാട്ട വീര്യം കൂടുതലായിരിക്കും സ്ത്രീകൾക്ക്. മറ്റെല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പാവങ്ങൾ ചിലപ്പോൾ സഹിച്ചിട്ടൊക്കെ പിന്മാറിപ്പോകും. പക്ഷെ അവർക്കും വേണ്ടി ശബ്ദം ഉയർത്തിയാണ് WCC വന്നത്. പക്ഷേ ഇപ്പോൾ അവർ ഏതാണ്ടൊക്കെ അതേ അർത്ഥത്തിൽ അവരിപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ 10-70 പേജ് മാറ്റി വയ്ക്കുന്നതോടിയേ ഈ റിപ്പോർട്ടിന്റെ ആത്മാവ് പോയി പിന്നെ പലരും ഇതിനകത്ത് രക്ഷപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടനെ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് പിണറായി സർക്കാരിന് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അകപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ ഇതൊന്നും സംഭവിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാരുടെയാണ് ഒരു ധീരമായ കാൽവയ്പായിരുന്നു അത്. തെറ്റോ ശരി എന്നുള്ളത് ഇനിയും വ്യക്തമാക്കാൻ ചെയ്യുന്നു. എന്തായാലും അദ്ദേഹം ജയിലിനുള്ളിൽ ആക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ആ തീരുമാനം എടുത്ത സർക്കാരാണ് ഇപ്പോൾ ഇതിനെ ചവിട്ടിപ്പിടിക്കുന്നത്. അപ്പം അതിലും വലിയ ഏതോ കക്ഷികൾക്കെതിരെ അതിന് കാരണമുണ്ട്. കാരണം നടന്മാര് മന്ത്രിസഭയിലുണ്ടല്ലോ. അല്ല, അത് അല്ലെങ്കിൽ പാർട്ടിയുടെ കൂടെ ഉണ്ടല്ലോ. നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ പറഞ്ഞു കേട്ട വിഷയങ്ങളേ ഉള്ളൂ. അല്ല, അവരതിൽ ഇടപെട്ടു എന്നുള്ളതല്ല വിഷയം. അവരിതിന് സ്വാധീനിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഈ ചവിട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നവരെ സഹായിക്കുന്ന നിലപാട് അവർ ചിലപ്പോൾ സ്വീകരിച്ചിരിക്കാം. കാരണം എനിക്ക് തോന്നുന്നത് ചില നമുക്ക് അടക്കപ്പെടുന്നത് ശരിയല്ല. റിപ്പോർട്ട് വേണം. ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ചില മുഖങ്ങളിലേക്ക് ചില വ്യക്തികളിലേക്ക് മറ്റു ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ അവാർഡുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ചീത്തപ്പേര് അവർക്ക് പെട്ടെന്ന് ഒരു ചീത്തപ്പേര് വരുത്തി കൊടുക്കുന്നതിൽ നേരത്തെ അഭിപ്രായം പറഞ്ഞിട്ട് മൊഴി കൊടുത്തവർക്കും ചിലപ്പോൾ മനംമാറ്റം വന്നിട്ടുണ്ടാകാം. സർക്കാരും ചിലപ്പോൾ അതിന് ധീരമായൊരു കാൽവെപ്പായെന്ന് തോന്നിയിട്ടുണ്ടാകില്ല. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഈ 70ഓളം പേജുകൾ മാറ്റിവെക്കാനുള്ള ഇടയാക്കിയത്. പിന്നെ ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇത് ജനങ്ങളുടെ പൈസ എടുത്തിട്ടാണ് ചെയ്തത്. ഇപ്പോൾ ജനത്തിന് അറിയാനുള്ള അവകാശമുണ്ട്. ഈ താരങ്ങളെന്ന് പറഞ്ഞാൽ മാനത്തുനിന്ന് പൊട്ടി വന്ന് വീണവരൊന്നുമല്ല. ഇവരെ താരങ്ങളാക്കിയത് മുഖ്യ പങ്ക് ജനങ്ങൾക്കാണ്. പാവപ്പെട്ടവൻ്റെ പൈസയാണ് ഇതിനകത്ത് അവർ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇതിൽ വളരെ രസകരമായ ഒരു സാധനം, ഇത് വിവാദമാക്കിയത് സിനിമാ രംഗത്തുള്ളവരാണ്. പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞവരാണ്. അവരുടെ ആവശ്യത്തിലാണ് സർക്കാർ റിപ്പോർട്ട് ഒരു കമ്മീഷനെ വെച്ചിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് അവർ സർക്കാരിന് കൈമാറിയത്.
ഇപ്പോൾ ഇതേ കൂട്ടത്തിലുള്ള ഒരു നടി രഞ്ജിനി ഹൈക്കോടതിയിൽ ഹർജിയായിട്ട് പോയിരിക്കുകയാണ്. ഇത് സ്റ്റേ ചെയ്യണം, ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് സ്റ്റേ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ നടിമാരിൽ തന്നെ ഒരു അഭിപ്രായിക്കില്ല എന്നുള്ളതാണ്. അല്ല, എക്സോർ വൈ ഇപ്പോൾ മൊഴി കൊടുക്കുന്ന സമയത്ത് ഈ നടി ആക്റ്റീവായിട്ട് സിനിമ രംഗത്ത് ഇല്ലാതിരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന നടി വീണ്ടും ആക്റ്റീവായിട്ട് അവർക്ക് ചാൻസസ് കിട്ടിത്തുടങ്ങി. ഈ സാഹചര്യത്തിൽ അന്ന് ഒരുപക്ഷെ ഇവർ കൃത്യമായൊരു മൊഴി ആയിരിക്കാൻ കൊടുത്തിട്ടുണ്ടാവുക. ആ മൊഴി കൊടുത്തത് ഒരുപക്ഷെ നാളെ ഇവരുടെ സ്വകാര്യതയെ ബാധിച്ചേക്കാം, അല്ലെങ്കിൽ തൊഴിലിനെ ബാധിച്ചേക്കാം എന്നൊരു ഭയം ഇന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതിനു വേണ്ടി പറയുന്ന പുറത്തു വരുന്ന വാർത്തകൾ ശരിയല്ല. കാരണം എന്ന് പറയുന്നത് ഈ അഭിപ്രായം പറയുമ്പോഴേ, അപ്പോൾ ഞാനും നിങ്ങളും ഒരു കമ്മീഷൻ്റെ മുന്നിലേക്ക് അഭിപ്രായം പറഞ്ഞു, അതേപടിയാണോ കമ്മീഷൻ എഴുതിയിട്ടുണ്ടാകുക എന്ന് എനിക്ക് സംശയം എന്നാണ് പറയുന്നത്. അങ്ങനെ സംശയിക്കരുത്. പക്ഷേ ഹേമ കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം റെക്കോർഡാണ്, വീഡിയോ ഓഡിയോ റെക്കോർഡാണ്, പിന്നെ അതിനങ്ങനെ മാറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വാദം വയ്ക്കുകയാണ്, ഞാൻ അന്ന് കൊടുത്ത റിപ്പോർട്ട് ശരിയായ വിധത്തിലാണോ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ളത് എന്ന് എനിക്ക് ഇന്ന് സംശയമുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു ആശയം ഉന്നയിക്കുന്നത് ശരിയല്ല. ഒരു ആശയം ഉന്നയിക്കുന്നത് ശരിയല്ല. കാരണം ഒരു ജസ്റ്റിസാണ്, തീർച്ചയായിട്ടും. സ്വാഭാവിക ജസ്റ്റിസ് അധ്യക്ഷമായിട്ട് വരുന്ന ഒരു സമിതിയിൽ നമ്മൾ കൊടുക്കുന്ന മൊഴി അതെന്തോ ആയിക്കോട്ടെ, ആ മൊഴി നമ്മൾ കൊടുക്കുന്നുണ്ട്, നമുക്ക് അവരിൽ വിശ്വാസമുള്ളതാണ് കൊടുക്കുന്നത്. അങ്ങനെ വെറുതെ കൊടുക്കുന്ന മൊഴി അല്ലെന്നേ. ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇവിടെ മൊഴി കൊടുക്കുമ്പോൾ നമ്മൾ അവസാനം എഴുതി കൊടുക്കുകയാണ്. അല്ല, ആയിക്കോട്ടെ സാറേ, ഇവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവരെ മൊഴി എടുക്കാൻ പോകരുതായിരുന്നു. അന്ന് എനിക്കിതിന് വിശ്വാസമില്ല, ഇത് ടാമ്പർ ചെയ്യും, അതുകൊണ്ട് എനിക്ക് മൊഴി തരാൻ താല്പര്യമില്ല എന്നവർ അന്ന് പറയണ്ടായിരുന്നു. ഇവരന്ന് മൊഴി കൊടുക്കുന്ന സമയത്ത് അവർ ഓർക്കണ്ടേ ഇത് റിപ്പോർട്ടാവുമെന്നും വെളിയിൽ വരുന്നവർ അന്ന് ഓർക്കണ്ടായിരുന്നു. ഉറപ്പായി ഓർക്കണ്ടേ. അപ്പോൾ ഇത് ആളുകളൊരു മണ്ടനാക്കുന്ന പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ സാധാരണക്കാരായ സിനിമാ പ്രേമികളായ ആളുകളെ മണ്ടനാക്കുന്ന പരിപാടിയാണ്. മാത്രമല്ലേ ഇതിപ്പോൾ ഇതൊരു സാംസ്കാരിക കേരളം, അതിനകത്ത് സിനിമാ മേഖല, നമ്മളെല്ലാം ആരാധിക്കപ്പെടുന്ന നടന്മാരും നടിയന്മാരും, അവരിൽ പലരും സംസ്കാരശൂന്യമായി പരസ്പരം പെരുമാറിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളിത് തള്ളും ഇടിയും കൊണ്ട് ഇവരുടെ പടങ്ങൾ കണ്ട് വിയർത്തൊലിച്ച് ഒരു തവണ കണ്ടു, മതിയവരാഞ്ഞ് വീണ്ടും കണ്ടു. അങ്ങനെയുള്ള നമ്മൾ ആരാധിച്ചിരുന്ന പല ആൾക്കാരും സംസ്കാര സമ്പന്നരല്ല എന്ന് മറ്റാരെങ്കിലും ആരോപിക്കുന്നത്, അല്ലെങ്കിൽ ആരോപണത്തിന് ശേഷം അത് ശരിയായിരുന്നു തെളിയുന്നത് വാസ്തവത്തിൽ എത്ര ഭീകരമായൊരവസ്ഥയായിരിക്കുന്നുള്ളൂ. അല്ല, അതിനിടെ ഒരു കാര്യം പറഞ്ഞു. അതിനിടെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ന്യൂസ് ആങ്കർ ഹൈക്കോടതിയെ വെല്ലുവിളിക്കുന്നത് കേട്ടു. ഇത് പുറത്തുണ്ടെ 2 ദിവസം അത് വിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം. ഹൈക്കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ വെല്ലുവിളി എന്നുള്ള തരത്തിലല്ല അത് എടുക്കുക. അത് കാരണം വെച്ചാൽ അത് പത്രക്കാർക്ക് ചോർന്ന് കിട്ടിയിട്ടുണ്ടാവാം. ഇതൊക്കെ സോഴ്സ് നമുക്ക് പറയാനും നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന്. 8ഓളം മാധ്യമ പ്രവർത്തകർക്ക്, മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇത് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആയിരിക്കും സ്വാഭാവികമായിട്ട് അവർക്ക് എവിടെന്നെങ്കിലുമൊക്കെ അത് പത്രക്കാരുടെ കഴിവാണ്. അത് അവർക്ക് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ മറുപടി പറയട്ടെ. അതിനകത്തുള്ള ചില ഭാഗങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞ് വെളിയിൽ വിടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇത് തിങ്കളാഴ്ച വരെയോ ഒരു സമയമാണ് അദ്ദേഹം പറഞ്ഞത്. അതുവരെ പുറത്ത് വിട്ടില്ല എങ്കിൽ, സർക്കാർ പുറത്ത് വിട്ടില്ല, കോടതി തടയാതിരുന്നാൽ ഞങ്ങളിത് പുറത്ത് വിടും എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പുറത്ത് വിടട്ടെ, നമ്മളറിയട്ടെ ഇതെന്താണെന്ന്. പൊതുജന സംശയം, ഇത് പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാവേണ്ട വിഷയങ്ങളാണ്. എൻ്റെയും നിങ്ങളുടെയും പൈസ എടുത്ത് നടത്തി ഒരു മേഖല വളരെ കൃത്യമായിട്ട് വൃത്തിയും വെടിപ്പുള്ളതാക്കി തീർക്കാനായിട്ട് നമ്മുടെ പൈസ എടുത്ത് ചിലവാക്കി ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് മൊഴി കൊടുത്തവർ തന്നെ വന്നിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങൾ പൊതുജനത്തിൻ്റെ മനസ്സിൽ വരും. ഉറപ്പായിട്ടും. പക്ഷേ ഈ സിനിമാ മേഖല മാത്രമല്ല, നമ്മുടെ സമസ്ത തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ പൊതുവെ അനുഭവിക്കുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയുണ്ട്. അതായത് ശൗചാലയം മുതൽ ഈ പറഞ്ഞ പോലെ ആശയപരമായ നോട്ടം വരെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിരിക്കും ഒരുപക്ഷെ സിനിമയിൽ അവർ നേരിടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ശുദ്ധീകരിക്കാനുള്ളൊരു ശ്രമം നടത്തുന്ന സമയത്ത് എല്ലാ നടികളും ഒറ്റക്കെട്ടായി ഇതിനെ ഈ റിപ്പോർട്ടിനോടൊപ്പം നിൽക്കുകയും സത്യം വെളിച്ചത്ത് വരട്ടെ എന്ന് ഒരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു സമയമാണ്. ഈ വൈകിയ വേളയിൽ ഇനിയെങ്കിലും അത്തരത്തിൽ അവർക്കൊരു ചിന്ത ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുക. പക്ഷേ അതിനകത്ത് ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് മാറ്റി നിർത്തൽ വളരെ എളുപ്പമാണ്. സൃഷ്ടിപരമായ ഒന്ന് എന്ന തലത്തിൽ ഇപ്പോൾ നിങ്ങൾ അഭിനയിക്കാൻ വരികയാണ്, നിങ്ങളെ എനിക്ക് മാറ്റി നിർത്തേണ്ടതുണ്ടെങ്കിൽ ഞാൻ പറയും അത് പോരാ, ഇത്ര പോരാ, പഠിച്ചിട്ടില്ല, ശരിക്കും അവനെ അറിയില്ല എന്ന് പറയും. നിങ്ങളൊരു വർഷം വഴങ്ങിയില്ലെങ്കിൽ, ഞാൻ പറയും മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾ മെരുങ്ങിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പറയും അത്ര പോരാ. അത് എളുപ്പമാണ്, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കണം. എന്തായാലും ഇതൊരു വളരെ പോസിറ്റീവായിട്ട് ഗുണകരമായ രീതിയിൽ പര്യവസാനിക്കട്ടെ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എല്ലായിടത്തും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കട്ടെ.